ഭൈരവ, അടവങ്ങാനൊന്ന് പിഴച്ച പിന്നെ അറിയാലോ, രണ്ടെണ്ണത്തിനെയും കൊന്ന ഓലോത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങോട്ട് കുഴിച്ചു മൂടുക. ഞങ്ങളുടെ തമ്പുരാൻ പറയും, പിന്നെ ഒരു ഈച്ച പോലും പുറത്തറിയില്ല. നീ ധൈര്യം കൈവിടല്ലേ വിഷ്ണു. ചികിത്സാ വിധികളെ കുറിച്ചെല്ലാം വൈദ്യര് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? അതങ്ങ് പ്രയോഗിച്ചാ പോരെ? അല്ല, എത്തിയോ? വരിക വൈകണ കണ്ടപ്പോ ഇങ്ങോട്ടൊക്കെയുള്ള വഴി തെറ്റിയോന്ന് ശങ്കിച്ചു. ഏയ്, തിരുമംഗലത്തേക്കുള്ള വഴി തെറ്റി. നല്ല കഥ. അകത്തേക്ക് ഇരിക്ക. എന്തൊരു എളിമ! ആ കുട്ടിശങ്കരൻ പറഞ്ഞ എത്ര ശരിയാ. വരിക. ആളെങ്ങനെയുണ്ട് മുത്തശ്ശി? ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുക. കോവിലകത്തെ ഏറ്റവും മൂത്ത ആളാ മകരും തിരുനാൾ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി. കേട്ടിണ്ടാവും. തിരുനാള് ചേർത്തുള്ള വിളിയൊന്നും ഇപ്പൊ ഇല്ലേ കുട്ടിയെ, ഒക്കെ പഴയ കാലം. ഇരിക്കുക. ഇത് പിന്നെ അയ്യോ എനിക്ക് ലേശം മറവിയുണ്ട്. ഇരിക്കുക. നിങ്ങൾ 4-5 പേരെങ്കിലും ഉണ്ടാകുമെന്നാ കരുതിയത്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കൂടെ നിൽക്കാൻ ഒരാള് അത്രേ വേണ്ടൂ. തന്നെയുമല്ല, കല്യാണിയെ കുറിച്ച് ധാരാളം കേട്ടിരിക്കണു. ക്ഷേത്രത്തിൽ വെച്ച് 1-2 തവണ കണ്ടിട്ടുമുണ്ട്. ആഹാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? അവള് പാവാ. എന്നാലും ഇടയ്ക്ക് ഇത്തിരി കുറുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. അത് ഞാൻ കൂച്ചുവലം കിട്ട് നിർത്തിക്കോളാം. രസികൻ, അവക്ക് ചേർന്ന ആള് തന്നെയാ. എന്നാ പിന്നെ ഒന്ന് കാണായിരുന്നു. പിന്നെന്താ, ഒരു കാപ്പൂടി ആകാലോ? ആവാലോ. സാവിത്രി, കൊണ്ടുവന്നോള്. ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങള്? ആദ്യം കല്യാണിയുടെ കുറച്ച് മൂത്രം വേണം. അയ്യോ, ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ എടുത്തോളാം. മൂത്രം നോക്കിയാൽ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തൊക്കെയാ വിളിച്ചു പറയണേ? എന്താണ്? തിരുമംഗലം ഗോകുലത്തെ പാരമ്പര്യത്തെ കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ വന്ന് കണ്ടേക്കാമെന്ന് കരുതിയത്. എന്നിട്ട് ഇതാണോ കോകുലത്തുള്ളവരുടെ മര്യാദ? വന്ന് കയറിയ പട ആനയുടെ കീഴെ കൊണ്ട് നിർത്തിയിട്ട് അറക്കാവ് തൊളിച്ചിട്ട് നെറുകേട് കാണിക്കുന്നു. അതെ, നാട്ടിലുള്ള ചെക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി കൊച്ചു തമ്പുരാട്ടിക്ക് സ്വയംവരം നടത്താനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ആ ചെറ്റത്തിൽ കൂട്ടിക്ക് എന്നെ കിട്ടില്ല. കൈ കിട്ടും. കൊച്ചു തമ്പുരാട്ടിയെ കണ്ടോ? തൃപ്തിയായല്ലോ. ഇപ്പൊ തൃപ്തിയായി. അകത്ത് കൊടുക്കാൻ പറ്റാത്തത് പുറത്തു വന്നപ്പോ തൃപ്തിയായി. അകത്തെന്താ ഇയാള് കൊടുക്കാഞ്ഞത്? അയ്യോ, ആനയെ ചികിത്സിക്കാൻ വന്നോട്ട് മാത്രം വെറുതെ വിടുന്നു. അല്ലെങ്കിൽ വെട്ടി നുറുക്കി കുഴിച്ചു മൂടുമായിരുന്നു. ഒക്കെ ആനപ്പന്തിയിലേക്ക്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് എത്ര പറഞ്ഞതാ? എന്നിട്ടിപ്പോ ഒരു ആനക്കാരന്റെ മുന്നിൽ മണവാട്ടി പെണ്ണ് ചമഞ്ഞ് നാണം കെടുക. എടി ബാംഗ്ലൂർക്കാരി, മുത്തശ്ശേരി കാര്യം പറയട്ടെ. ആ മീശക്കാരൻ നെസയിക്കാൾ എത്ര സുന്ദരനാ ആനക്കാരൻ. എന്തൊരു ഐശ്വര്യ ആ മുഖത്ത്. നീ നോക്കിയോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മുത്തശ്ശി? ആ കൊച്ചനൊരു അബദ്ധം പറ്റി, അത്രയല്ലേ ഉള്ളൂ. അബദ്ധം അത്രേ. വായി തുറന്ന് പറയായിരുന്നില്ലേ അവന് ആനപ്പണിക്ക് വന്നാണെന്ന്? പൊയ്ക്കോ, നല്ല അടി കിട്ടും. അതിന് ഇനി ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കണ്ട. ഏത് പെൺകുട്ടിക്കാ ഇങ്ങനെയൊക്കെ ഉണ്ടായാല് വിഷമമില്ലാതിരിക്കാ? ഒന്ന് പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവിടെ നിന്ന് രണ്ടാമത് നിൽക്കുന്നത് ആ പാർട്ടി രോഗിണിയാ. രോഗിണിയോ? കല്യാണി എന്നല്ലേ പറഞ്ഞത്? രോഗിണി എന്ന് വെച്ചാൽ രോഗം വന്നവൾ എന്നർത്ഥം. ഓ, അങ്ങനെ.
വയറ്റിലേക്ക് പോകുന്നതിന് ഒരു കുറവുമില്ല, പക്ഷെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, അതാണ് ഒരു കുഴപ്പം. ഓഹോ, അതിന് ഈ അഷ്ടചൂർണം തേനും ചേർത്ത് പൃഷ്ഠഭാഗത്ത് തേച്ചാ മതി, ഇല്ലേ വൈദ്യരെ? പിന്നെന്താ, ശിഷ്ട ലേശം ഉണ്ടെങ്കിൽ നീ കൂടി എടുത്ത് ഇങ്ങനെ തേച്ചോ. തലയിരിക്കുമ്പോ വാലാടണ്ട. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയാം. കുട്ടിശങ്കര, നീ പോയി ഒരു കുട്ടവും 3-4 ചട്ടവും തയ്യാറാക്കി വെക്കുക. വേഗം വേണം. ചെല്. ഭൈരവാ, നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തോണം. അപ്പൊ ചട്ടവും കുട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞതാ? അതാ തെണ്ടി ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. വയറ്റിൽ നിന്ന് പോകാത്തല്ലേ മെയിൻ പ്രശ്നം? അതെ. അപ്പൊ ചട്ടകം വേണ്ടി വരും. എന്നിട്ട് ചട്ടം കൊണ്ട് തോണ്ടിയെടുക്കാനാ? ഏയ്, വൈദ്യൊരു അപൂർവ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, കരിന്താന്നി കഷായം. ആ കഷായം കാച്ചുന്നതിന് മുമ്പ് നമുക്ക് അവളൊന്ന് മെരുക്കിയെടുക്കാം. വാ. മെരുക്കിയെടുക്കും. വിഷ്ണു, പേടിക്കണ്ട, വാ. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേറ്റ. ചില പെണ്ണാനക്ക് തേറ്റ ഉണ്ടാവും. ആനയാണ്, സൂക്ഷിച്ചെടുത്തില്ലണം. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. മോളെ കല്യാണി, നിന്റെ ദീനം ഭേദാക്കാൻ വന്ന 2 വൈദ്യന്മാരാണ് ഞങ്ങള്. നീ ഒന്ന് സഹകരിച്ച 2 ദിവസത്തിനുള്ളിൽ തുള്ളി നടക്കാൻ. പിടിച്ചോ. മിടുക്കി. കണ്ടോടാ, ഈ ആനയെ മെരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നേക്ക. അതറിയാമെങ്കിൽ ഏത് കൊല കൊമ്പനെയും വരച്ച വരയിൽ നിർത്താം. എന്താ, എന്ത് പറ്റി? കല്യാണി തട്ടിയിട്ടതാ. ഭാഗ്യം. ആ വേലായുധന്റെ പരമേശ്വരന്റെ ഗതി വന്നില്ലല്ലോ. അതാരെ, അളിയന്മാരാണോ? നിങ്ങളെ പോലെ 2 ആന വൈദ്യന്മാരാ. ഇവൾ ഒറ്റ തട്ടിന് ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ. കൈ വേറെ കാല് വേറെ. ആ ഇവിടെ വെച്ച് തന്നെ. എങ്കിൽ ഈ പണിക്ക് ഞങ്ങളില്ല. വാടാ. ഇല്ല, പിന്നെ എന്ത് പഠിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പിണ്ടം വാരാൻ വന്നതാവും. ഇങ്ങനത്തെ ആനയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? പിന്നെ എങ്ങനത്തെ ആനയാണെന്ന് അറിഞ്ഞത്? വന്ന പാടെ ഒരു കല്യാണം കുളമാക്കി. ഇനി കല്യാണിയുടെ ദീനം മാറ്റാതെ 2 പേരും പറമ്പിന് പുറത്തേക്ക് പോകില്ല. ഞങ്ങൾ പോവും. പോകുവാ, കാണാം. മാധവ, ഭാർഗവ, ഇവിടെ കാവല് നിന്നോണം. യുവന്മാർ 2 പേരും പറമ്പിന് പുറത്തേക്ക് ഇറങ്ങിയ പോകുന്ന യവന്മാരുടെ തല ആയിരിക്കില്ല, ഓർത്തോ. വാടാ ബലരാമ. ചൊറിയെണ്ണപ്പൊടി 10 ഗ്രാം, നായങ്കരണപ്പൊടി 1 കഴഞ്ച്. വൈദ്യരെ, എന്തോ കുട്ടകവും ചട്ടകവും ഒക്കെ റെഡിയല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ? വേണമല്ലോ. ഇഞ്ചി തൊട്ട് കർപ്പൂരം വരെ പലതും വേണ്ടി വന്നേക്കും. കൊടുവേലി, കൊട്ടം, കുറുന്തോട്ടി, ഇത് 3ഉം പറമ്പിന്ന് പറിക്കണം. താൻ പോയി വേഗം പറിച്ചോണ്ട് വെച്ചല്ലേ. കുട്ടിശങ്കര, ഓ, എങ്ങോട്ടാ? വടക്കേ പറമ്പിലേക്ക് കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ വൈദ്യര് പറഞ്ഞിട്ടാ. കുട്ടിശങ്കര, തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന കോലത്തെ കാര്യസ്ഥപ്പണി നോക്കാനാ. അത് മാത്രം നോക്കിയാ മതി. മരുന്നും മന്ത്രമൊക്കെ ആവശ്യമുള്ളത് തന്നെത്താൻ നോക്കിക്കോളും. താൻ ചെന്ന് കിഴക്കപ്പറമ്പിന്റെ പണി എന്തായി നോക്ക്. കുട്ടിശങ്കര, ഒരു കയ്യാളായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മരുന്നും മന്ത്രമൊക്കെ എന്റെ തലക്കിട്ട് ഒഴിയാനല്ല, എടഞ്ഞു നിൽക്കുന്ന കല്യാണി അടക്കി നിർത്താനാ. അതിന് ചില കടുപ്പപ്പെട്ട മരുന്നൊക്കെ വേണ്ടി വന്നു വരും. അടക്കി നിർത്തിയിട്ടേ വിഷ്ണുനാരായണോട് പോകൂ. പോയി പറഞ്ഞോടോ. കുട്ടിശങ്കര, തന്നോട് ഞാനാ പറഞ്ഞത് കിഴക്കേപ്പറമ്പിലേക്ക് പോകാൻ. കുട്ടിശങ്കര, നിന്നോട് ഞാനാ പറഞ്ഞത് വടക്കേപ്പറമ്പിലേക്ക് പോവാൻ. എടോ, ചൂടാവാതെ തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാ മതി. ഇവിടെ ചെലവാവില്ല. കൊച്ചു പോ. നിന്നെ കാണിച്ചു തരാവിടെ. അയ്യേ, അതെനിക്ക് കാണുകയും വേണ്ട. കുട്ടിശങ്കരോ, ആ പടിഞ്ഞാറേ പറമ്പിന്ന് 2 ആളെ നേരിട്ടുണ്ടോ? ഭയങ്കര നടുവേദന. വടക്കേ പറമ്പ്, കിഴക്കേ പറമ്പ്, ഇപ്പൊ പടിഞ്ഞാറേ പറമ്പ്, എല്ലാം കൂടെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുത്തിട്ട് അടങ്ങുമല്ലേ? അങ്ങോട്ട് മാറി, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ വൈദ്യര് എന്ത് ഭാവിച്ചിട്ടാ? അയ്യോ, ആ കൊച്ചു തമ്പുരാട്ടിയോട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അതപ്പോ ഇപ്പൊ കാണിച്ചു വെച്ച കന്നന്തിരൊന്നും പോരാഞ്ഞിട്ടേ വീണ്ടും ആ കുഞ്ഞിന്റെ മേക്കിട്ട് കയറിയിരിക്കുക. വിവരം വേണം, വിവരം. കൊച്ചുമ്പുരാട്ടെ പിണക്കിയിട്ട് ഇവിടെ നിന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? കുറെ നേരമായില്ല ഇത് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞു വിടേണ്ടി വരില്ല, എടുത്തോണ്ട് പോകേണ്ടി വരും 2 ശവങ്ങളെ. മര്യാദക്ക് ആ കല്യാണിയുടെ ദീനം മാറ്റി കിട്ടുന്ന ചക്രവും വാങ്ങിക്കൊണ്ട് പോണമെങ്കിലേ കൊച്ചുമ്പുരാട്ടിയോട് മാപ്പ് പറ. മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. എന്ന് താൻ ചെല്ലടോ. അതിന് താൻ പോയാ മതി. ദേവൻ കൂടെ വരും. വിഷ്ണു, ഒന്ന് കൂടെ ചെന്ന് 2 മാപ്പ് പറഞ്ഞിട്ട് വാ. ഇനി ഈ ശരീരം കേടാക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ഈ ശരീരത്തിനകത്ത് എന്ത് കേടാവാൻ? ഒന്ന് ചെന്ന് മാപ്പ് പറ. ചെല്ല്, ചെന്ന് മാപ്പ് പറ. ഇല്ലെങ്കിൽ തല പോവും, ടൈ കെട്ടാൻ പറ്റൂല. ഓ, ഇത് അടി പിടിക്കാൻ നോക്ക് ഭൈരവ. ഞാൻ നോക്കിക്കോളാം.